ബിസ്മില്ലാ വൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിന മുഹമ്മദ്. സൂറത്തുൽ ഫാത്തിഹയിലെ മാലിക് യൗമിദ്ദീൻ എന്ന സൂക്തത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മാലിക് യൗമിദ്ദീൻ എന്നാൽ പ്രതിഫല ദിനത്തിൻ്റെ അധിപനായ അള്ളാഹു എന്നാണ്. പ്രതിഫലം നൽകപ്പെടുന്ന ദിനത്തിൻ്റെ അധിപനായ അള്ളാഹുവിന് തന്നെയാണ് സർവസ്തുതിയും എന്നാണ് മടങ്ങുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾക്ക്, സൽക്കർമ്മമാണെങ്കിലും ദുഷ്കർമ്മമാണെങ്കിലും നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾക്ക് ഫലമനുഭവിക്കുന്ന ഒരു ദിനം വരാനുണ്ട്. ആ ദിനത്തിൻ്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ് എന്നതിലേക്ക് സൂചിപ്പിക്കുകയാണ് എന്നത് കൃത്യമായി നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് ഈ ഒരു വചനത്തിലൂടെ ചെയ്യുന്നത്. അർ റഹ്മാൻ റഹീം, അള്ളാഹു വലിയ റഹ്മാനാണ്, വലിയ കരുണ ചെയ്യുന്ന കാരുണ്യവാനാണ് എന്ന് സൂചിപ്പിച്ച ശേഷം മാലിക് യൗമിദ്ദീൻ എന്ന് അള്ളാഹു സൂചിപ്പിക്കുകയാണ്. അപ്പോൾ അള്ളാഹു റഹ്മാനാണെന്ന് പറയുമ്പോൾ അടിമകൾ അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്, വലിയ റജായിലാണ്. ആ സമയത്ത് അള്ളാഹു മാലിക് യൗമിദ്ദീൻ, കരുണ പ്രതീക്ഷിച്ചിരുന്നാൽ മാത്രം പോരാ, നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾക്ക് ഫലം കിട്ടുന്ന ഒരു ദിനം വരാനുണ്ട്. ആ ദിനത്തിലേക്ക് പലതും ചെയ്തു വെക്കണം, നിങ്ങൾ അമൽ ചെയ്യണം. ആ ദിവസം ഫലം അനുഭവിക്കണമെങ്കിൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരം പ്രതീക്ഷയിൽ കഴിയുന്ന അബ്ദിന് കുറച്ച് പണിയെടുക്കണം എന്ന ചിന്തയാണ് മാലിക് യൗമിദ്ദീൻ എന്നതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നത്. ഇവിടെ മാലിക് യൗമിദ്ദീൻ എന്നാൽ പ്രതിഫല ദിനത്തിൻ്റെ ഉടമസ്ഥൻ എന്നാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു എല്ലാത്തിൻ്റെയും ഉടമസ്ഥനാണ്. പ്രതിഫല ദിനത്തിൻ്റെ മാത്രമല്ല, സകലമാന വസ്തുക്കളുടെയും ഉടമസ്ഥൻ അള്ളാഹുവാണ്. പിന്നെ എന്തിനാണ് പ്രതിഫല ദിനത്തിൻ്റെ ഉടമസ്ഥൻ എന്ന് പ്രത്യേകം പറഞ്ഞത്? അതിന് ഇമാമിയങ്ങൾ ഒരുപാട് വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട്. പ്രത്യേകമായിട്ട് 2 വ്യാഖ്യാനങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം മാവർദി അവിടുത്തെ തഫ്സീറിൽ പറയുന്നു. ഫി ഇഖ്തിസാസിഹി ബി മുൽക്കി യൗമിദ്ദീൻ തഅ്വീലാനി, 2 വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്നാമത്തത് അന്നഹു യൗമുൻ ലൈസ ഫീഹി മുൽക്കുൻ സിവാഹു, പരലോകത്ത് നമ്മുടെ ഈ ദുനിയാവിൽ അള്ളാഹുവിനാണ് സകല ഉടമസ്ഥതയെങ്കിലും നമുക്ക് പ്രത്യേകമായ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ചില ഉടമസ്ഥത നമുക്കുണ്ട്. ചില കാര്യങ്ങൾ, ചില വസ്തുക്കളിൽ, ചില വ്യക്തികളിൽ നമുക്ക് പ്രത്യേക ആധിപത്യമുണ്ട്. എന്നാൽ പരലോകത്ത് പ്രതിഫലം ലഭിക്കുന്ന ദിനത്തിൽ അള്ളാഹുവിൻ്റെ ഇതിനില്ലാതെ മറ്റൊരാൾക്കും ഒരു ഉടമസ്ഥതയും ഉണ്ടാകില്ല. സർവാധിപത്യവും അത് അള്ളാഹുവിന് മാത്രമാണ് എന്ന സൂചനയാണ് നൽകുന്നത് എന്ന് ഇമാമിങ്ങൾ വിശദീകരിക്കുന്നു. മറ്റൊരു വ്യാഖ്യാനം, അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞു. റബ്ബുൽ ആലമീൻ എന്നാൽ ഈ ലോകത്തിലെ രക്ഷിതാവ് എന്നാണ് ചില ഇമാമികൾ അർത്ഥം വെച്ചത്. അപ്പോൾ ഈ ലോകത്തിലെ രക്ഷിതാവാണ് അള്ളാഹു. അപ്പോൾ പരലോകത്തിൻ്റെതോ? ആ സംശയം തീർക്കാനാണ് മാലിക് യൗമിദ്ദീൻ, പരലോകത്തിൻ്റെ രക്ഷിതാവും അള്ളാഹു തന്നെയാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചില ഇമാമിങ്ങൾ വ്യാഖ്യാനിക്കുന്നു. പിന്നെ യൗമിദ്ദീൻ, മാലിക് എന്നതിന് മലിക് യൗമിദ്ദീൻ എന്ന് ഖിറാഅത്ത് എന്ന് ഓതിയ ഒരുപാട് ഇമാമികളുണ്ട്. മലിക് എന്നാൽ രാജാവ് എന്നാണ്, മാലിക് എന്നാൽ ഉടമസ്ഥൻ എന്നാണ്. 2 ഓതിയ ഇമാമിയങ്ങൾക്കും മാലിക് ഓതലാണ് നല്ലതെന്നും മലിക് ഓതലാണ് നല്ലതെന്നും കൂടുതൽ അർത്ഥവ്യാപ്തി എന്നൊക്കെ പറഞ്ഞ ഓരോ ന്യായങ്ങൾ അവരുടേതായ അർത്ഥവ്യാപ്തിയിലും അതുപോലെയുള്ള മറ്റുള്ള ഈ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണത്തിൻ്റെ അർത്ഥത്തിലുമൊക്കെയുള്ള ഭിന്നതകൾ അവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. യൗമുദ്ദീൻ എന്നാൽ, യൗമ് എന്നതിൻ്റെ അർത്ഥം അൽ യൗമു ഹുവൽ മുദ്ദത്തു മിൻ തുലൂഇൽ ഫജ്രി ഇലാ ഗുറൂബി ശംസ്, സൂര്യോദയം മുതൽ സൂര്യാസ്തമനം വരെയുള്ള സമയത്തിനാണ് സാധാരണ യൗമ് എന്ന് പറയാറുള്ളത്. എന്നാൽ പ്രയോഗത്തിൽ ചിലപ്പോൾ പ്രത്യേകമായ മുത്തലക്കൻ, പ്രത്യേകമായ ഒരു കാലയളവിനൊക്കെ യൗമ് എന്ന് പ്രയോഗിക്കും. അതാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. ദീൻ എന്നാൽ നമ്മൾ സാധാരണ പറയുന്ന പോലെ മതം, വഴി എന്ന അർത്ഥത്തിനുള്ള ദീനല്ല. ഇവിടെ ദീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജസാ ആണ്, അതായത് പ്രതിഫലം കിട്ടുന്ന ദിനം. യൗമുദ്ദീൻ എന്നാൽ പ്രതിഫലം കിട്ടുന്ന ദിനത്തിൻ്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. ഇവിടെ യൗമുദ്ദീൻ എന്നത് യൗമുൽ ജസാ ആണെന്നും യൗമുൽ ഹിസാബ് ആണെന്നും ഒക്കെ ഇമാമിങ്ങൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ചില ഇമാമിങ്ങൾ ഇത് ഹിസാബിൻ്റെ ദിനമാണ്, ചില ഇമാമിങ്ങൾ ഇത് ജസാഇൻ്റെ ദിനമാണ് എന്നൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ദീന് എന്ന വാക്ക് ഖുർആനിൽ പല അർത്ഥത്തിനും പല സമയത്തും ഖലാ, മില്ലത്ത്, ഹിസാബ് തുടങ്ങി ത്വാഅത്ത് തുടങ്ങി ഒരുപാട് അർത്ഥത്തിന് ദീന് എന്നത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം ബഹുമാനപ്പെട്ട ഇമാം റാസി റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹയിൽ അവൻ്റെ 4 ഇസ്മുകൾ പറഞ്ഞു വെച്ചു. ബിസ്മിക്ക് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ 4 പ്രധാനപ്പെട്ട ഇസ്മുകൾ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർ റഹ്മാൻ റഹീം, മാലിക് യൗമിദ്ദീൻ, ഈ ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം പറഞ്ഞത് അള്ളാഹ് എന്ന ഇസ്മാണ്. അള്ളാഹ് എന്ന ഇസ്മു പറഞ്ഞു, റബ്ബ് എന്നത് പറഞ്ഞു, റഹ്മാൻ റഹീം മാലിക്, ഈ 4 ഇസ്മുകൾ. വസ്സബബു ഫീഹി, ഇങ്ങനെ 4 ഇസ്മുകൾ ഇവിടെ പറയാനുള്ള ഒരു കാരണം, ഒരു രഹസ്യം ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പോലെയാണ്, ഖലഖ്തുക അവ്വലൻ, ഞാൻ നിന്നെ പടച്ചു, ഫഅന ഇലാഹുൻ, അപ്പോൾ ഞാൻ നിന്റെ ഇലാഹാണ്. പിന്നെ ഞാൻ നിന്നെ തർബിയത്ത് ചെയ്തു ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ട്, ഫഅന റബ്ബുൻ, അപ്പോൾ ഞാൻ നിന്റെ റബ്ബാണ്.
പിന്നെ നീ തെറ്റു ചെയ്തു, അപ്പോൾ ഞാൻ ആ തെറ്റിനെ മറച്ചു വെച്ചു. ഫഅന റഹ്മാനുൻ, ഞാൻ റഹ്മാൻ ആയതുകൊണ്ടാണ്. പിന്നെ നീ തൗബ ചെയ്തു, തൗബ ചെയ്തപ്പോൾ ഞാനത് പുറത്തു തന്നു, ആ തെറ്റ് പാടെ മായ്ച്ചു കളഞ്ഞു. ഫഅന റഹീമുൻ, അപ്പോൾ ഞാൻ റഹീമാണ്. എന്നാൽ നീ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, നീ ഒരുപാട് സൽക്കർമ്മങ്ങളല്ലാത്ത, ചെയ്യാൻ പാടില്ലാത്ത, അരുതാത്തത് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെയും ഈസാലുൽ ജസാ നിന്നിലേക്കെത്തും. ഫഅന മാലിക് യൗമിദ്ദീൻ, ഫഅന മാലിക് യൗമിദ്ദീൻ, ഞാൻ യൗമുദ്ദീനിന്റെ ഉടമസ്ഥനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അങ്ങനെ ഒരു വലിയൊരു ആശയം ഇതിലടങ്ങിയിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റഹിമഹുല്ലാഹ് അവിടുത്തെ തഫ്സീറിൽ പറയുന്നു. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.